രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായി തെരഞ്ഞെടുക്കപ്പെട്ട നഗരമായ മധ്യപ്രദേശിലെ ഇൻഡോറിൽ കുടിവെള്ളത്തിൽ മലിനജലം കലർന്നതിനെ തുടർന്ന് 6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞടക്കം 18 പേർ മരിച്ച വാർത്തയ്ക്ക് അതേപോലെയുള്ള തുടർച്ചകൾ ഉണ്ടാകല്ലേ എന്ന ആഗ്രഹത്തിലാണ് രാജ്യത്തെ ജനത. കേരളവും അത്തരത്തിൽ മുൻകരുതലിലേക്ക് തിരിയേണ്ടതല്ലേ എന്നുള്ള ചോദ്യവും ഉയരുന്നു. കോടാനുകോടി മനുഷ്യർ ഒറ്റയടിക്ക് മരിക്കാനിടയാക്കുന്ന തരം കുടിവെള്ള മലിനീകരണം ഏതു നിമിഷവും രാജ്യത്ത് സംഭവിക്കാമെന്ന സാധ്യതയിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. മരിച്ചവരുടെ എണ്ണം കേവലം ഒരു അക്കം മാത്രമല്ല, അത് 18 കുടുംബങ്ങളുടെ കണ്ണീരാണ്. 40,000-ലധികം ആളുകളാണ് ജലജന്യ രോഗങ്ങൾ ബാധിച്ച് ആശുപത്രിയിലാവുകയും ചെയ്തത്. ജീവവായു പോലെ തന്നെ പ്രധാനപ്പെട്ട, എന്നാൽ ഭരണകൂടങ്ങൾ പലപ്പോഴും വിസ്മരിക്കുന്ന അടിസ്ഥാന അവകാശമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ജലം ഇന്ന് മരണത്തിൻ്റെയും രോഗത്തിൻ്റെയും വാഹകരായി മാറുന്ന ഭീതിതമായ കാഴ്ചയാണ് രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ 21-ാം നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്നു. ചൊവ്വയിൽ വെള്ളമുണ്ടോ എന്നൊക്കെ തിരയുന്ന തിരക്കിലാണ് ശാസ്ത്രലോകം. പക്ഷേ ഭൂമിയിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിൽ, സ്വന്തം വീടിൻ്റെ മുറ്റത്തെ പൈപ്പിലൂടെ വരുന്ന വെള്ളം കുടിച്ച് കുഞ്ഞുങ്ങൾ മരിച്ചു വീഴുന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം പുറത്തു വന്നത്. കുടിവെള്ളം എന്ന് പറയുന്നത് പൗരൻ്റെ മൗലികാവകാശമാണ് എന്ന് ഭരണഘടന പറയുമ്പോഴും ആ അവകാശം നടപ്പിലാക്കുന്നതിൽ സംഭവിക്കുന്ന കുറ്റകരമായിട്ടുള്ള അനാസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾക്ക് സംസാരിക്കേണ്ടി വരുന്നത്. ഇതൊരു ചെറിയ പ്രശ്നമല്ല. ലോകം ഉറ്റുനോക്കുന്ന ഒരു വലിയ ദുരന്തത്തിൻ്റെ തുടക്കമാണ് ഇത്. ചരിത്രകാരന്മാരും ശാസ്ത്രജ്ഞരും ഒരുപോലെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു കാര്യം അതെന്താണ്? ഇനിയൊരു ലോകമഹായുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ അത് ജലത്തിന് വേണ്ടിയായിരിക്കുമെന്നുള്ളതാണ്. ആ യുദ്ധം നമ്മുടെ വീട്ടുവാതിക്കൽ എത്തിക്കഴിഞ്ഞു. അതിൻ്റെ തെളിവുകളാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്നും പിന്നീട് ഗാന്ധിനഗറിൽ നിന്നും നോയിഡയിൽ നിന്നുമൊക്കെ വന്നുകൊണ്ടിരുന്നത്. ആദ്യം നമുക്ക് മധ്യപ്രദേശിലെ ഇൻഡോറിലേക്കൊന്ന് നോക്കാം. കേന്ദ്ര സർക്കാരിൻ്റെ സ്വച്ഛ് സർവേഷൻ റാങ്കിങ്ങിൽ തുടർച്ചയായിട്ട് 6 വർഷം രാജ്യത്തെ ഏറ്റവും വൃത്തിയുള്ള നഗരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നഗരമാണ് ഇൻഡോർ. വൃത്തിയുടെ കാര്യത്തിൽ ഇതൊരു റോൾ മോഡലാണ് എന്നാണ് നമ്മളെ വിശ്വസിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ മോഡൽ വാസ്തവത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ തകർന്ന് തരിപ്പണമാവുന്ന കാഴ്ച നമ്മൾ കാണുകയുണ്ടായി. കുടിവെള്ളത്തിൽ മലിനജലം കലർന്നതിനെ തുടർന്ന് 6 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞടക്കം 18 പേരാണ് മധ്യപ്രദേശിലെ ഇൻഡോറിൽ മരിച്ചത്. മരിച്ചവരുടെ എണ്ണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഒരു അക്കം മാത്രമല്ല, അത് 18 കുടുംബങ്ങളുടെ കണ്ണീരാണ്. 40,000-ലധികം ആളുകൾ ജലജന്യ രോഗങ്ങൾ ബാധിച്ച് ആശുപത്രിയിലായി. ഇവിടെയാണ് വൈരുദ്ധ്യം. വൃത്തിയുള്ള നഗരം എന്ന പേരിൽ പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഭൂമിക്കടിയിലെ പൈപ്പുകൾ പൊട്ടി അഴുക്കുചാലിലെ വെള്ളം കുടിവെള്ളത്തിൽ കലരുന്നത് അധികൃതർ അറിഞ്ഞതേയില്ല. കേരളത്തിലേക്ക് വരികയാണെങ്കിൽ തിരുവനന്തപുരം നഗരസഭ BJP ഭരിച്ചാൽ ഇൻഡോർ മോഡൽ നടപ്പിലാക്കുമെന്ന് പറഞ്ഞ ഒരു നേതാവിനെ നമ്മൾ ഓർക്കുന്നുണ്ടാവും. ആ ഇൻഡോർ മോഡൽ ഇതാണോ എന്ന് ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. ഇൻഡോർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് ഗുജറാത്തിൻ്റെ തലസ്ഥാനമായിട്ടുള്ള ഗാന്ധിനഗറാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രതിനിധീകരിക്കുന്ന മണ്ഡലമാണത്. അവിടെ അരിവാഡ എന്ന പ്രദേശത്ത് 100-ലധികം പേർക്ക് ടൈഫോയിഡ് ബാധിച്ചു. ഇതിന് കാരണം മറ്റൊന്നുമല്ല, കുടിവെള്ളത്തിലെ മാലിന്യം തന്നെ. അമിത്ഷായുടെ മണ്ഡലമായതുകൊണ്ട് അവിടെ 2 കാര്യങ്ങൾ കൃത്യമായി നടന്നു. ഒന്ന്, ഉടൻ തന്നെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം അവിടെ എത്തി. 2, ആ വാർത്ത പിന്നീട് ഒരിടത്തും വന്നില്ല. രോഗബാധയുടെ കാരണത്തെക്കുറിച്ചോ പൈപ്പിലെ വിള്ളലുകളെക്കുറിച്ചോ ഉള്ള വിവരങ്ങൾ പുറം ലോകം അറിയാതിരിക്കാൻ കൃത്യമായ മൗനം പാലിക്കപ്പെട്ടു. ജനങ്ങളുടെ ആരോഗ്യത്തെക്കാൾ ഉപരി ഭരണകൂടത്തിൻ്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനാണ് ഇവിടെ മുൻഗണന നൽകിയത്. നോയിഡയിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല. വൻകിട അപ്പാർട്ട്മെൻറ്റുകളിൽ താമസിക്കുന്ന 7 കുടുംബങ്ങൾ ഒരേ സമയം ഛർദിയും പനിയുമായിട്ട് ആശുപത്രിയിലെത്തിയപ്പോഴാണ് അവിടുത്തെയും കുടിവെള്ളത്തിൻ്റെ ഗുണനിലവാരം പുറത്തറിഞ്ഞത്. നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റ ശേഷം വലിയ പ്രചാരണം നൽകിയ പദ്ധതികളാണ് ജൽ ജീവൻ മിഷനും സ്വച്ഛ് ഭാരത് അഭിയാനും. ഓരോ വീട്ടിലും പൈപ്പ് വഴി വെള്ളം എത്തിക്കുമെന്നതായിരുന്നു വാഗ്ദാനം. കോടിക്കണക്കിന് രൂപയാണ് ഇതിനായി നീക്കിവച്ചിരിക്കുന്നത്. പക്ഷേ പൈപ്പ് എത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അതിലൂടെ വരുന്നത് കുടിക്കാൻ യോഗ്യമായ വെള്ളമാണോ എന്ന് പരിശോധിക്കുക. മധ്യപ്രദേശിലെ കണക്കുകൾ നോക്കിയാൽ ഞെട്ടേണ്ടി വരും. കേന്ദ്ര സർക്കാരിൻ്റെ തന്നെ റിപ്പോർട്ട് പ്രകാരം മധ്യപ്രദേശിലെ 36.7% കുടിവെള്ള സാമ്പിളുകളും പരാജയപ്പെട്ടവയാണ്. അതായത് അവിടെ വിതരണം ചെയ്യുന്ന 1/3 വെള്ളത്തിലും മാരകമായ ബാക്ടീരിയകളും രാസവസ്തുക്കളുമുണ്ട്. 33% വീടുകളിൽ മാത്രമേ ശുദ്ധജലം എത്തുന്നുള്ളൂ. ബാക്കിയുള്ളവർ കുടിക്കുന്നത് രോഗം വിളിച്ചു വരുത്തുന്ന വിഷമാണ്. ഈ പദ്ധതികൾക്കെല്ലാം ലോകബാങ്ക്, ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്നിവയിൽ നിന്ന് വൻതോതിൽ കടമെടുക്കുന്നുണ്ട്. മധ്യപ്രദേശിൽ മാത്രം 2003-ൽ $300 ദശലക്ഷം ജലവിതരണത്തിനായിട്ട് അനുവദിച്ചത്. പമ്പിംഗ് സ്റ്റേഷനുകൾ നവീകരിക്കുന്നതിന് വേണ്ടിയിട്ട്, പഴയ പൈപ്പുകൾ മാറ്റുന്നതിന് വേണ്ടിയിട്ട്, ക്ലോറിനേഷൻ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട്. ഈ പണമൊക്കെ എവിടെ പോയി? പഴയ തുരുമ്പിച്ച പൈപ്പുകളിലൂടെ അഴുക്കുവെള്ളം ഒഴുകുമ്പോൾ കോടികളുടെ അഴിമതിയാണ് അവിടെ നടക്കുന്നത്. നഗരവൽക്കരണത്തിൻ്റെ പേരിൽ നമ്മൾ വലിയ കെട്ടിടങ്ങൾ പണിയുന്നു, ജനസാന്ദ്രത കൂടുന്നു. എന്നാൽ അതിനനുസരിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള മാലിന്യ സംസ്കരണമോ ജലവിതരണമോ ഇവിടെയില്ല. നമുക്ക് ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം.
ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മികച്ച ജലസ്രോതസ്സുകൾ നമുക്കുണ്ട്. എന്നാൽ നമ്മളും അത്ര സുരക്ഷിതരാണോ? ഒരിക്കലുമല്ല. കേരളത്തിലെ നഗരങ്ങളിലും കുടിവെള്ള പൈപ്പുകൾ പലതും 50 വർഷത്തിലധികം പഴക്കമുള്ളതാണ്. കൊച്ചി പോലെയുള്ള നഗരങ്ങളിൽ പൈപ്പ് പൊട്ടുന്നത് നിത്യസംഭവമാണ്. കടലിനോട് ചേർന്ന പ്രദേശങ്ങളിൽ ഉപ്പുവെള്ളം കയറുന്നതും കനാലുകളിലെ മലിനജലം പൈപ്പുകളിലേക്ക് ചോർന്നിറങ്ങുന്നതും ഒക്കെ വലിയ ഭീഷണിയായിട്ട് കേരളത്തിൻ്റെ മുന്നിൽ ഉണ്ട്. നമ്മുടെ ജലസ്രോതസ്സുകളായിട്ടുള്ള പെരിയാറും പമ്പയും ഭാരതപ്പുഴയും ഇന്ന് രാസമാലിന്യങ്ങളാൽ വീർപ്പുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഡോറിലും ഗാന്ധിനഗറിലും കണ്ട ദുരന്തം കേരളത്തിലും സംഭവിക്കില്ല എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. വാട്ടർ അതോറിറ്റിയുടെ വെള്ളമല്ലേ സുരക്ഷിതമായിരിക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഓരോ ഗ്ലാസ് വെള്ളവും കുടിച്ചുകൊണ്ടിരിക്കുന്നത്. ആ വിശ്വാസം തകർക്കാൻ ഒരൊറ്റ പൈപ്പ് പൊട്ടൽ മതിയാവും. നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ട ഒരു കാര്യമുണ്ട്. ഈ നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ചിന്തകർ പറഞ്ഞിരുന്നു, ബ്ലൂ ഗോൾഡ് അഥവാ നീല സ്വർണത്തിന് വേണ്ടിയായിരിക്കും ലോകം ഇനി പോരാടുക എന്നത്. പെട്രോളിന് വേണ്ടി നടന്ന യുദ്ധങ്ങളെക്കാൾ ക്രൂരമായിരിക്കും വെള്ളത്തിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ. ഇന്ന് മധ്യപ്രദേശിലെ ചേരികളിൽ ഒരു കുടം വെള്ളത്തിനായി ആളുകൾ തമ്മിൽ തല്ലുന്നത് നാം കാണുന്നുണ്ട്. ഇത് നാളെ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമായിട്ട് മാറും. നൈൽ നദിയുടെ കാര്യത്തിൽ ആഫ്രിക്കൻ രാജ്യങ്ങൾ തമ്മിൽ നടന്ന യുദ്ധങ്ങൾ, സിന്ധു നദിയുടെ കാര്യത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലും, ബ്രഹ്മപുത്രയുടെ കാര്യത്തിൽ ചൈനയുമായിട്ടും സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. നമ്മുടെ ഉള്ളിലും മുല്ലപ്പെരിയാർ പോലുള്ള വിഷയങ്ങൾ ജലസമാധാനത്തെ ബാധിക്കുന്നവയാണ്. വെള്ളം ഒരു പ്രൊഡക്റ്റായിട്ട്, ഒരു ചരക്കായിട്ട്, ഒരു ഗുഡ്സായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. കുത്തക കമ്പനികൾ ജലസ്രോതസ്സുകൾ മുഴുവൻ കൈയടക്കുകയാണ്. സർക്കാർ നൽകേണ്ട ശുദ്ധജലം പരാജയപ്പെടുമ്പോൾ സാധാരണക്കാരൻ ലിറ്ററിന് 20 രൂപ കൊടുത്ത് കുപ്പിവെള്ളം വാങ്ങാൻ നിർബന്ധിതരാകുന്നു. ഇത് ഭരണകൂടങ്ങൾ ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒരു കമ്പോളമാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഇൻഡോറിലെ മരണം നമുക്കൊരു താക്കീതാണ്. സർക്കാരുകൾ കോടികളുടെ പ്രഖ്യാപനം നടത്തിയാൽ മാത്രം പോരാ, അത് കൃത്യമായി നടപ്പിലാക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ജലവിതരണ പൈപ്പുകളുടെ നവീകരണം അടിയന്തരമായിട്ട് നടപ്പിലാക്കണം. വിതരണം ചെയ്യുന്ന വെള്ളത്തിൻ്റെ ഗുണനിലവാരം ക്വാളിറ്റി റിപ്പോർട്ട് എല്ലാ മാസവും പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കണം. ഒരു പൗരൻ എന്നുള്ള നിലയിൽ നമുക്കും ഉത്തരവാദിത്തമുണ്ട്. ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. പക്ഷെ നമ്മൾ നൽകുന്ന നികുതിക്ക് പകരമായിട്ട് വിഷമില്ലാത്ത കുടിവെള്ളം നൽകുക എന്നത് സർക്കാരിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യതയിൽ നിന്ന് ഭരണകൂടം ഒഴിഞ്ഞു മാറുമ്പോൾ ജനങ്ങൾ പ്രതികരിക്കുക തന്നെ വേണം. ശുദ്ധജലം എന്ന് പറയുന്നത് ഔദാര്യമല്ല, അത് നമ്മുടെ അവകാശമാണ്. ആ അവകാശത്തിന് വേണ്ടി ശബ്ദം ഉയർത്തേണ്ടിയിരിക്കുന്നു. ഇനി ഒരു കുഞ്ഞ് പോലും മലിനജലം കുടിച്ച് മരിക്കാൻ ഇടവരരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. നന്ദി.